കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ചയ്ക്ക് മുകളിലായിട്ട് യുദ്ധവും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലൊന്നും വലിയ രീതിയിലുള്ള മെച്ചമൊന്നുമില്ല. മാത്രമല്ല നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുമുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം ഏകദേശം 22,492 22,500 എന്ന് പറയുന്ന ഒരു റേഞ്ച് വരെ നിഫ്റ്റി താന്നു വന്നു. ഈ 22,500 എന്ന് പറയുന്ന റേഞ്ച് ഇതിനു മുമ്പ് നിഫ്റ്റി ഈ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടുള്ള ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് 2025 ഏപ്രിലാണ്. ഏപ്രിൽ ഒരു ഫസ്റ്റ് വീക്കിലായിട്ടാണ് ഇതിനു മുമ്പ് നിഫ്റ്റി ഈ റേഞ്ചിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു വർഷത്തിന് ശേഷം നിഫ്റ്റി എവിടെ നിന്നോ അവിടെ തന്നെ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ചൊരു അവസരമാണ്. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് അവർ ഈ ഒരു അവസരത്തിൽ പാനിക് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന SIP ഒക്കെ അവസാനിപ്പിക്കും. അതുപോലെ തന്നെ പേടിച്ചിട്ട് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളെല്ലാം വിറ്റൊഴിവാക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കും. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പെട്ടെന്നുള്ള പാനിക്കിൽ പല പല കാര്യങ്ങൾ ചെയ്യും. പക്ഷെ നമ്മൾ ലോജിക്കലായിട്ട് ചെയ്യുമ്പോൾ ശരിക്കും നമ്മളിവിടെ ചെയ്യേണ്ടത് SIP നിർത്തുകയല്ല. നമ്മൾ ഏത് ഫണ്ടിലാണോ SIP ചെയ്തുകൊണ്ടിരുന്നത് ആ ഫണ്ട് തന്നെ കുറച്ച് കൂടുതൽ വാങ്ങിച്ചു വെക്കുക എന്നുള്ളതാണ്. കാരണം ഡിപ്പ് കിട്ടുമ്പോൾ കൂടുതൽ വാങ്ങിക്കുക എന്നുള്ളതാണ് ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് റൂൾ. ഇപ്പം മാർക്കറ്റ് ഡിപ്പ് സ്ട്രാറ്റജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 5% ഒക്കെ ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ കുറച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. 10% ഡിപ്പ് ഉണ്ടാകുന്നെങ്കിൽ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു 15 to 20% മുകളിലൊക്കെ ഡിപ്പ് സംഭവിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം 2026 ജനുവരിയിൽ 26,373 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന മാർക്കറ്റാണ് ഏകദേശം ഇപ്പോൾ ഒരു 3,500-4,000 പോയിന്റുകൾ ഇടിഞ്ഞിട്ട് 22,500 അല്ലെങ്കിൽ 22,498 എന്നൊക്കെ പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് വന്നിരിക്കുന്നത്. ഒരു 1.5-2 മാസത്തെ ഗ്യാപ്പിലാണ് ഇത്രയും വലിയ ഡിപ്പ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്മാർട്ട് മൂവ് എന്ന് പറയുന്നത് ഈ ഒരു അവസരത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാന്നുള്ള. ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഫണ്ടും ഒരുമിച്ച് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനല്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഈ ചാർട്ടിൽ നോക്കിയാൽ ഞാൻ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് റീജിയൻ വരച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് റീജിയൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇനിയും കുറച്ചുകൂടെ മാർക്കറ്റ് ചിലപ്പോൾ താഴേക്ക് വന്ന് ഇപ്പൊ 21,963 എന്നൊക്കെ പറയുന്ന അവിടെ ഒരു സപ്പോർട്ട് ഇതിനുണ്ട്. ചിലപ്പോൾ ഇനി എന്തെങ്കിലും ഇതുപോലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇടിഞ്ഞ് അവിടെ വന്നൊരു സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ മുകളിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ കൊണ്ട് 22,500 എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അത്യാവശ്യം കുറച്ച് ഇപ്പൊ നിങ്ങൾ ഒരു 2,000 രൂപ വെച്ച് SIP ഇപ്പം മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ഒരു 2,000 രൂപ വെച്ചൊക്കെ SIP ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത് കൂട്ടിയിട്ടൊരു 4,000 രൂപയ്ക്ക് നിങ്ങളുടെ സെയിം ഫണ്ടിന്റെ യൂണിറ്റ്സ് വാങ്ങിക്കാം. അപ്പൊ ഇവിടെ ഉള്ള ഒരു പ്രയോജനം എന്ന് പറയുന്ന ഒരു 2 മാസം മുമ്പ് നിങ്ങൾ വാങ്ങിച്ച ഒരു 4,000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ കിട്ടുന്ന യൂണിറ്റ്സിന്റെ എത്രയോ കൂടുതലായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് വാങ്ങിച്ചാൽ കിട്ടുന്ന യൂണിറ്റ്സ്. അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ അതിനനുസരിച്ചുള്ള നല്ല വാല്യൂ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അറിയാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. എങ്ങനെ ഈ ഒരു അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താം, നിങ്ങൾ വാർത്തയിലേക്ക് കണ്ടിട്ട് അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു വിത്ഡ്രോ ഇടിഞ്ഞു എന്നൊക്കെ അറിഞ്ഞിട്ട് ഈ ഒരു അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നറിയാൻ വേണ്ടി വീഡിയോ കാണുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആരെങ്കിലും പറയുന്നിട്ട് ഒരു സ്ഥലത്ത് നിങ്ങളുടെ പൈസ എല്ലാം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, കുറച്ച് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, കുറച്ച് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മാർക്കറ്റിലെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇപ്പൊ അതുപോലെ ഒരു അവസരമാണ് ടാറ്റ AI ലൈഫിന്റെ ഇന്നോവേഷൻ ഫണ്ട് എന്ന് പറയുന്ന NFO. ഈ വരുന്ന മാർച്ച് 31-ാം തീയതി വരെ നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇൻവെസ്റ്റ് ചെയ്ത പണം പോകുന്നുള്ള പേടിയുള്ള ആളുകളാണെങ്കിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം ഒട്ടും പോകുകയില്ല. മാർക്കറ്റ് കയറുന്നതനുസരിച്ച് നല്ല റിട്ടേൺസ് നമുക്ക് അതിന് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അവിടെ മലയാളത്തിൽ കോൾ ചെയ്ത് സംശയങ്ങൾ ചോദിക്കാനും വേണമെങ്കിൽ ഒരു ഏജന്റ് വീട്ടിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരണമെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. ഇവിടെ ഇന്ത്യയിലെ പല മേഖലകളിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല ഐഡിയാസും പ്രോഡക്ട്സും കൊണ്ടുവരുന്ന ബിസിനസ് നന്നായിട്ട് വളർത്തുകയും ചെയ്യുന്ന കമ്പനികളിലേക്കായിരിക്കും നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ടാറ്റ AI ലൈഫിന്റെ തന്നെ മുൻകാല ഫണ്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2022 പുറത്തിറങ്ങിയ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് 24% റിട്ടേൺസ് ആണ് ഓരോ വർഷവും നൽകിയിട്ടുള്ളത്. 2015 പുറത്തിറങ്ങിയ അവരുടെ മൾട്ടി ക്യാപ് ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തിൽ ഓരോ വർഷവും ശരാശരി 21% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ മുൻകാല ഫണ്ടുകളെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ NAV നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ എമൗണ്ട് നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മാസം അടയ്ക്കുന്ന എമൗണ്ട് 120 ഇരട്ടി വരുന്ന ലൈഫ് കവർ നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. വർഷത്തിൽ 2 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് പുറത്ത് ടാക്സ് ഉണ്ടായിരിക്കില്ല. ഇനി പ്രവാസികൾക്കൊക്കെ മാസം 18,000 രൂപ വെച്ച് നിക്ഷേപിക്കാൻ സാധിച്ചാൽ 2 കോടി രൂപ വരെ റിട്ടേൺ സാധ്യത ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു 5 വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഉള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. അപ്പോൾ അത്രയും കാലം തുടർച്ചയായിട്ട് മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു എമൗണ്ട് മാത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 31 ആണ്. അതായത് ഇനി ഒരു 5-6 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉള്ള ലിങ്കിൽ പോയി നോക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ മാർക്കറ്റ് വീഴുമ്പോൾ
വരുമ്പോഴാണ് ശരിക്കും നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തുടങ്ങാനുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്കിപ്പോൾ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം, അല്ലെങ്കിൽ ഏതെങ്കിലും ETF വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം, മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം. അതുപോലെ ഇതിലൊക്കെ SIP തുടങ്ങിയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ സാധിക്കും. പിന്നെ ഗോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിജിറ്റലായിട്ടും അല്ലാതെ BTF പോലെയൊക്കെ വാങ്ങിക്കാൻ സാധിക്കും. ഇപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സ്റ്റോക്കിന്റെ ഒരു പെർഫെക്റ്റ് ബോട്ടം കിട്ടാൻ വേണ്ടി കാത്തിരിക്കരുത്. ഇങ്ങനെ സ്റ്റോക്ക് ഫോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പെർഫെക്റ്റ് ബോട്ടം കാത്തിരുന്നുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇപ്പൊ കാണുന്ന അതായിരിക്കും അതിന്റെ മാക്സിമം ബോട്ടം വന്നിരിക്കുന്നത്, പിന്നീട് അത് മുകളിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ നമ്മൾ ആ പെർഫെക്റ്റ് ബോട്ടം നോക്കിയിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ സാധിക്കില്ല. അപ്പം എവിടെയാണോ ഇപ്പൊ നമ്മൾ ഒരു സ്റ്റോക്ക് നന്നായിട്ട് വീഴുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നന്നായിട്ട് വീഴുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കാണുന്ന ഏരിയയിൽ വെച്ച് കുറച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, എന്നിട്ട് മാർക്കറ്റിനെ നിരീക്ഷിക്കുക. ഇത് കൂടുതൽ താഴേക്കാണോ വീഴുന്നത്, കൂടുതൽ മുകളിലേക്കാണോ പോകുന്നത്. വീണ്ടും നല്ല രീതിയിൽ വീഴുവാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കുറച്ചുകൂടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. നന്നായിട്ട് വീണൊരു ബോട്ടം എത്തി പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ തിരിച്ചു കയറുമ്പോൾ അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ല നമ്മളൊരു പെർഫെക്റ്റ് ബോട്ടം നോക്കിയാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ സാധിക്കില്ല. അതുപോലെ തന്നെ എത്ര നല്ല ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള എല്ലാ പൈസയും കൂടെ കൊണ്ട് ഒരുമിച്ച് ഒരു പോയിന്റിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഏതെങ്കിലും ഒരു പോയിന്റ് ചെയ്യുമ്പോൾ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. എപ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗ്രാജുവൽ ആയിട്ട് പല പോയിന്റ്സിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു സംശയമാണ് ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഈ സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ തന്നെ വലിയൊരു തലവേദനയാണ്. കാരണം ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫണ്ടമെന്റൽസ് നോക്കണം, PE റേഷ്യോ നോക്കണം, അതിന്റെ ഇക്വിറ്റി, ഡെപ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി ഒരു 10,000 കാര്യങ്ങൾ നോക്കി തലവേദന എടുത്ത് വേണം ഒരു സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ. പക്ഷെ അങ്ങനെ നോക്കിക്ക് വരുമ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കാണണമെന്നില്ല. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് തപ്പിയെടുത്ത് വരുമ്പോഴേക്കും അതിനകത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണില്ല. ഇപ്പം ഇനി നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്ക് തപ്പിയെടുത്ത് വരുമ്പോഴേക്കും അതിന്റെ ഫണ്ടമെന്റൽസ് നന്നായിക്കൊള്ളണമെന്നില്ല. ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത് അതിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ ഒരു ബയോഡേറ്റ എന്ന് പറയുന്ന പോലെ സ്റ്റോക്കിന്റെ ഒരു ബയോഡേറ്റയാണ് അതിന്റെ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വലിയ തലവേദനയൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഫോളൊക്കെ നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഒരു തലവേദന ഇല്ലാത്ത പരിപാടിയാണ് നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത്. കാരണം നിഫ്റ്റി ബീസ് ആകുമ്പോൾ നമ്മൾ ഇനി ഫണ്ടമെന്റൽസ് ഒന്നും തലപോയിഞ്ഞിട്ട് ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട, അതിനകത്ത് വലിയ റിസർച്ച് ഒന്നും നടത്തണ്ട. ഇപ്പൊ നിഫ്റ്റി 50 എന്ന് പറയുന്ന ഒരു 50 സ്റ്റോക്കുകളുടെ ആവറേജ് ആയിട്ട് കാണിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്. ആ ഇൻഡെക്സിന്റെ തന്നെ ഒരു ETF വേർഷൻ ആണ് ഈ നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തലവേദനയൊന്നും ഇല്ലാതെ, ടെൻഷൻ ഇല്ലാതെ, റിസ്ക് പേടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ അപ്പ് ആൻഡ് ഡൗൺ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു സാധനമാണ് നിഫ്റ്റി ബീസ്. അപ്പോൾ വലുതായിട്ട് ഫണ്ടമെന്റൽസ് ഒന്നും നോക്കാൻ അറിയാത്ത, അങ്ങനെയൊന്നും ആലോചിച്ച് തലപോയിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ബ്രോക്കറിൽ, ഇപ്പൊ സെറോദ ആണെങ്കിലും ഗ്രോ ആണെങ്കിലും നിങ്ങൾ ഏത് ബ്രോക്കറാണോ യൂസ് ചെയ്യുന്നത് ആ ബ്രോക്കറിൽ ചെന്നിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിഫ്റ്റി ബീസ് വാങ്ങിക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെയാണ് നിഫ്റ്റി ബീസ് കാണിക്കേണ്ടതെന്നുള്ളത്. അതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്രോക്കർ എന്ന് പറയുന്നത് സെറോദയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളിത് ഓപ്പൺ ആക്കുക, എന്നിട്ട് ഇതിനകത്ത് നിഫ്റ്റി ബീസ് എന്ന് സെർച്ച് ചെയ്യുക, അതിന്റെ ചാർട്ടിലേക്ക് പോവുക. ചാർട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർച്ച് 23 അതിന് തിങ്കളാഴ്ച നല്ലൊരു ഡൗൺ പോർഷനിലേക്ക് വരണം. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി പെർഫെക്റ്റ് ഒരു ടൈം ആയിരുന്നു, വാങ്ങിക്കാൻ പറ്റി. ഇപ്പൊ അവിടെ നിന്ന് നന്നായിട്ട് തിരിച്ചു കയറുന്നുണ്ട്. സോ ഇനിയും അധികം ലേറ്റ് ആക്കാതെ നമുക്ക് ഇവിടെ പോവുക, ഇവിടെ ബൈ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പം ഇത് വാങ്ങിക്കാനായിട്ട് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ പോവുക, നമുക്ക് ഫണ്ട്സ് എന്ന് പറയുന്ന മുകളിലൊരു ഇത് കാണാം. ഇപ്പോൾ അവൈലബിൾ മാർജിൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് കുറെ നാളായിട്ട് യൂസ് ചെയ്തിട്ടിരിക്കുന്ന അക്കൗണ്ടാണ്. അപ്പോൾ -180 സംതിങ് എങ്ങാണ്ടാണ്. കാരണം ഇതിന്റെ സർവീസ് ചാർജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനപ്പോൾ ഇതിനകത്തൊരു 300 രൂപ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. നമ്മുടെ UPI ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ട് ഇവിടെ UPI അപ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ പേയ്മെന്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ അപ്ഡേറ്റ് ആവും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ആഡ് ചെയ്ത 300 രൂപ അത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നോക്കിയ പോലെ നിഫ്റ്റി ബീസിലേക്ക് പോവുക, ബൈ കൊടുക്കുക. നമുക്കിതിന് വേണ്ടെന്ന് പറയുന്നത് 265 രൂപയാണ്. സോ ഒരു ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങിക്കാം. സോ ആ ഒരു ക്വാണ്ടിറ്റി എങ്ങനെ വാങ്ങിക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ മുകളിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ MIS എന്ന് പറയുന്നത് ഇൻട്രാഡേ ആണ്, ലോങ് ടൈമിലേക്കാണ് നമുക്ക് വാങ്ങിക്കേണ്ട ഇൻവെസ്റ്റ്മെന്റിന്. സോ ഇവിടെ ബൈ കൊടുക്കുക. ബൈ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രോക്കർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ ഇനിയും ഒരുപാട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒന്നും അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട്, വളരെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇതുപോലെ നിഫ്റ്റി ബീസ് പോലുള്ള ETF-കൾ വാങ്ങിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഫണ്ടമെന്റൽസ് നോക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് താഴുമ്പോൾ നല്ല ഡിപ്പ് കിട്ടുമ്പോൾ വാങ്ങിക്കാമെന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. നല്ല രീതിയിൽ വലിയ റിസ്ക് ഇല്ലാതെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഈ നിഫ്റ്റി 50 ബേസ് ചെയ്ത്. പിന്നെ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലുള്ള പ്രോഫിറ്റ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. നിങ്ങൾ ഏതെങ്കിലും മിഡ് ക്യാപ് സ്റ്റോക്കിലോ അല്ലെങ്കിൽ സ്മോൾ ക്യാപ് സ്റ്റോക്കിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോലുള്ള റിട്ടേൺസ് ചിലപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം
ഇവിടെ റിസ്ക്കും അതുപോലെ കുറവാണ്. റിസ്ക് കൂടുമ്പോഴാണ് നമുക്ക് റിവാർഡ് കൂടുതൽ കിട്ടുന്നത്. ഈ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സ്റ്റോക്ക് എന്നൊക്കെ പറയുന്നത് വോളറ്റിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുകളിലേക്കും പോകും, അതുപോലെ തന്നെ താഴേക്കും വരും. പക്ഷേ ഇതൊരു ആവറേജ് രീതിയിൽ വലിയ റിസ്ക് ഒന്നും എടുക്കാതെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പരിപാടി ഇതാണ്. അതുപോലെ നിങ്ങൾക്ക് ഗോൾഡും വാങ്ങിക്കാം. അതിന് ഗോൾഡ് പീസും സെർച്ച് ചെയ്യുക, ചാർട്ട് ഓപ്പൺ ചെയ്യുക. ഇവിടെ കാണാം 119 രൂപയാണ്. നേരത്തെ കണ്ട സെയിം പ്രോസസ് തന്നെ ബൈ കൊടുക്കുക, ലോങ് ടൈമിലേക്ക് ഒരു ക്വാണ്ടിറ്റി. ഇപ്പൊ നമ്മുടെ ബാലൻസ് സഫീഷ്യന്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല. നേരത്തെ കണ്ട പോലെ തന്നെ വാങ്ങിച്ചാൽ മതി. അങ്ങനെ ഗോൾഡിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, സ്റ്റോക്ക് മാർക്കറ്റിലും നിഫ്റ്റി 50-ലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ കൺഫ്യൂഷൻസോ തലവേദനയോ ഒന്നും ഇല്ലാതെ ഈ മാർക്കറ്റ് വീഴുന്ന സമയത്ത് ഈ നിഫ്റ്റി ബീസ് മാത്രം വാങ്ങിച്ച ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് പോലും വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ബ്രോക്കറിലൊക്കെ എങ്ങനെയാണ് അക്കൗണ്ട് എടുക്കേണ്ടതെന്നൊക്കെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്രോക്കറിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ള ഒരുപാട് വീഡിയോ ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ സാധിക്കും. അത് സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് എടുക്കുക. ജസ്റ്റ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്യുക. വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ നിഫ്റ്റി വീസൊക്കെ വാങ്ങിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി സ്റ്റോക്കിന്റെ കാര്യം കഴിഞ്ഞ് ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് പോവുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗ്രോ ആയിരിക്കും. അപ്പോൾ അതിനകത്തൊരു അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് എടുത്തിട്ട് ഏത് മ്യൂച്വൽ ഫണ്ടാണോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മോൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ലാർജ് ക്യാപ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻഫ്രാസ്ട്രക്ചർ ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാൻ ഉണ്ട്, പിന്നെ ഇക്വിറ്റി ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്, അങ്ങനെ ഒരുപാട് പ്ലാൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഏതെങ്കിലും ഒരു ലാർജ് ക്യാപ് ഫണ്ടോ അല്ലെങ്കിൽ ഒരു മിഡ് ക്യാപ് ഫണ്ടോ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടോ ഒക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ. തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ സ്മോൾ ക്യാപ് ഫണ്ട് എടുക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം റിസ്ക് കുറച്ച് കൂടുതലാണ്. വോളറ്റിലിറ്റി ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള പ്ലേ എന്ന് പറയുന്നത് ലാർജ് ക്യാപ്പോ ഫ്ലെക്സി ക്യാപ്പോ ഒക്കെ ആയിരിക്കും. അതിൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് അവിടെ നിന്ന് യൂണിറ്റ്സ് ബൈ ചെയ്ത് SIP സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇടിയുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിർത്തി കളയാതെ നിങ്ങളുടെ SIP സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, മാർക്കറ്റ് ഹൈ ആകുമ്പോൾ നിങ്ങൾ വേണേൽ നിങ്ങളുടെ SIP ഒന്ന് ബ്ലോക്ക് ചെയ്തോ അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഒന്ന് പോസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു മാസത്തെ SIP സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. മാർക്കറ്റ് ലോ ആകുമ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതാണ് നിങ്ങൾക്ക് ഭാവിയിൽ നേട്ടം ഉണ്ടാക്കി തരാൻ പോകുന്ന കാര്യം. അപ്പൊ ഈ മാർക്കറ്റൊക്കെ ഇടിയുമ്പോൾ SIP നിർത്തുന്ന ആളുകളുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുള്ളപ്പോൾ ബക്കറ്റ് എടുത്ത് അകത്ത് വെച്ച് വെള്ളം പിടിക്കാതിരിക്കുകയും മഴ ഇല്ലാത്തപ്പോൾ ബക്കറ്റ് കൊണ്ട് വെളിയിൽ കൊണ്ട് വെക്കുകയും വെള്ളം പിടിക്കാൻ വേണ്ടി വെളിയിൽ കൊണ്ട് വെക്കുകയും ചെയ്യുന്ന പോലാണ് അവർ ചെയ്യുന്നത്. മഴയുള്ളപ്പോൾ വേണം ബക്കറ്റ് നമ്മൾ പുറത്തുകൊണ്ട് വെച്ചിട്ട് വെള്ളം പിടിക്കാൻ. സോ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സോ ഓൾറെഡി SIP ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ SIP കണ്ടിന്യൂ ചെയ്യുക. കൂടെ തന്നെ 1-2 യൂണിറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് സെയിം ഫണ്ടിനെ വാങ്ങിച്ചു വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും വാങ്ങിച്ച് കുറച്ച് കൂടുതൽ വെക്കുന്നത് നല്ലതാണ് ഈ ഒരു അവസരത്തിൽ. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ എത്ര നാൾ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നോ അത്രയും നാൾ നമ്മുടെ നിഫ്റ്റി 50 എന്ന് പറയുന്ന ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റും സ്റ്റേബിൾ ആയിട്ട് തന്നെ ഇരിക്കും. അല്ലെങ്കിൽ രാജ്യത്തിൽ അതുപോലുള്ള പ്രശ്നങ്ങൾ വന്നാൽ മാത്രമേ ഇത് വല്ലാതെ ഇടിഞ്ഞിട്ട് തിരിച്ചു കയറാതിരിക്കുകയുള്ളൂ. എന്നാൽ പോലും കൊറോണ പോലുള്ള വലിയ ഇഷ്യൂസ് വന്നപ്പോൾ പോലും നന്നായിട്ട് ഇടിഞ്ഞിട്ട് ഏകദേശം 1 വർഷത്തിനുള്ളിൽ തന്നെ അത് ഫുള്ളായിട്ട് റിക്കവർ ചെയ്തു. സോ ആ ഇടിഞ്ഞ സമയത്തൊക്കെ വാങ്ങിച്ചവർക്കൊക്കെ വലിയ ലാഭമാണ് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങണം എന്നുള്ളതായിരുന്നു. അതെന്താണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇതുവരെയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാർക്ക് പെർഫെക്റ്റ് ടൈമാണ് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് പോലും സ്റ്റാർട്ട് ചെയ്യാം. ഇനി അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്ന ആളുകൾക്ക് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടാറ്റ AI ലൈഫിന്റെ NFOയുടെ കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. മാർച്ച് 31 വരെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുന്നത്. ഇനി 5-6 ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. I hope you find this video helpful. If you like this video, please like, share and subscribe, and please don't forget to enable the bell button. I will see you in my next video. I am Adil Hussain, signing off.